ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ പ്രകൃതി നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ നിയമമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം സന്തോഷകരമാകുന്നതും സംതൃപ്തമാകുന്നതും ഒക്കെ തന്നെ അവർ വ്യക്തിപരമായി ചെയ്യുന്ന ചില കാര്യങ്ങളെ ആശ്രയിച്ചാണ്. അതിന് നമ്മുടെ ആഗ്രഹങ്ങളും വികാര വിചാരങ്ങളുമായിട്ടൊക്കെ വളരെയേറെ ബന്ധമുണ്ട്. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ചെയ്തതിന് ശേഷം വീണ്ടും അത് ചെയ്യാനുള്ളൊരു പ്രേരണ വരുന്നത് നമ്മുടെ മനസ്സിനെ അത് പ്രത്യേക രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ടാണ്. മാത്രമല്ല അതിനകത്തുനിന്നൊരു പ്രത്യേക സംതൃപ്തിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ ചെയ്യുന്ന ഒരു വെറൈറ്റി രീതിയെക്കുറിച്ചും അതിൻ്റെ സവിശേഷതയെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ചില ആൾക്കാരെ നോക്കുവാണെങ്കിൽ അവർക്ക് ചില രീതികളോട്, ചില മെത്തേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ടുണ്ടാവും. മനസ്സിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങിലാണ്. അത് ഒരാളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കുമല്ല, പ്രത്യേകിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാഗൊണ്ട് ചെയ്യുന്നതിനകത്ത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഏത് കാര്യം ചെയ്യുമ്പോഴും അത് വെറുതെ അങ്ങ് ചെയ്യുമല്ല, അതിൻ്റേതായിട്ടുള്ള ചില സാഹചര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഈ ഒരു രീതി ചെയ്യുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ എത്രത്തോളം ആകർഷണമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഒരു വ്യക്തിയിൽ എത്രത്തോളം കാമമുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. എന്നുവെച്ചാൽ അവരുടെ വികാര വിചാരങ്ങളും ചിന്തകളും ഫാൻറ്റസികളുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം നടക്കുന്നുണ്ട്. മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാറുണ്ടോ, ആസ്വദിക്കാറുണ്ടോ, അതും പ്രധാനമാണ്. ഇപ്പം നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. വളരെ ശാന്തമായിട്ട് റിലാക്സ് ചെയ്ത് രുചി അറിഞ്ഞല്ലേ കഴിക്കുന്നത്. ഇവിടെയും നാവ് കൊണ്ട് പല ക്രിയകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ചൊരാകാംക്ഷ ഉണ്ടാക്കി എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ മനസ്സിൽ ഇതിനകത്തൊരു തയ്യാറെടുപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ പുരുഷൻ ആദ്യം തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം പങ്കാളി ഇതിനകത്തൊരു പ്രത്യേക മൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ച് കുറേ ഗുണങ്ങളുണ്ട്. കാരണം ഈ സമയത്ത് പുരുഷൻ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഏത് കുരുത്തക്കേടും ആസ്വദിക്കാനുള്ളൊരു മൂഡ് ഇവർക്കുണ്ടാവും. ഇപ്പോൾ ഏത് പങ്കാളികളാണെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനോട് ആർക്കും അത്ര താല്പര്യമില്ല. എന്നാൽ ഇതിനകത്ത് റെസ്പോൺസ് കണ്ടിട്ടാണ് ഒരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടോ ആസ്വദിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് ലൂബ്രിക്കേഷൻ കുറവുള്ളവരുണ്ട്, അവർക്ക് ഈ ഒരു രീതി വളരെ എഫക്റ്റീവാണ്. തന്നെയല്ല ഫോർപ്ലേയുടെ ഭാഗമായിട്ട് ഇത് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുവാണ്. അതുപോലെ അവസാന സമയം നാവ് കൊണ്ട് ചെയ്യേണ്ട ചില ക്രിയകളൊന്നും തുടക്കത്തിലേ വേണ്ട. കാരണം ഈ ഒരു കാര്യം ചെയ്യുമ്പം എപ്പോഴും ലാസ്റ്റ് സമയത്തേക്ക് വേണ്ടി ചില ക്രിയകൾ മാറ്റി വെക്കണം. അത് അവസാനം വരെ ഒരാകാംക്ഷയായിട്ട് അങ്ങനെ കിടക്കുകയും വേണം. യഥാർത്ഥത്തിൽ ഈ സമയത്ത് പല ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങളും ശരീരത്തിൽ നടക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അതുപോലെ രോഗപ്രതിരോധ ശക്തിയുടെയൊക്കെ തന്നെ ഹോർമോൺസും പ്രവർത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതി ചെയ്യുമ്പോഴാണ് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതിൻ്റെ ആകർഷണത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം താല്പര്യമില്ലാതെ ചെയ്യുന്നതും നല്ല താല്പര്യത്തോടെ ഇഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നതും രണ്ട് എഫക്റ്റാണ്. ചിലർക്കാണെങ്കിൽ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഇതാണ്. ഇവിടെ നാവ് പ്രയോഗിക്കേണ്ടത് മുകളിലേക്കുള്ള രീതിയിലാണ്. അതുപോലെ ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡും വളരെ പോസിറ്റീവായിരിക്കണം. ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വരുന്ന രീതിയിൽ പങ്കാളികൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. എപ്പോഴും ഓർക്കേണ്ട കാര്യം, വൃത്തിയുള്ള ശരീരവും വസ്ത്രധാരണവും ആകർഷണം കൂട്ടും. അതുപോലെ സ്ത്രീ പങ്കാളി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് പുരുഷനെ നോക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ചില സാഹചര്യത്തിൽ കണ്ണുകൾ പൂർണ്ണമായിട്ടും അടയുന്നത് മനസ്സൊരു മെഡിറ്റേറ്റീവ് മൈൻഡിൽ പോകുന്നുണ്ടാകും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ ഒരു കാര്യത്തിന് ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകളോട് ഒരു പ്രത്യേക താല്പര്യമായിരിക്കും. അതിന് പ്രധാന കാരണം ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഉള്ള അവരുടെ റെസ്പോൺസാണ്. അതുപോലെ ലിംഗത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് പുകഴ്ത്തി പറയാം. ഏത് സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്ന കാര്യമാണ് പങ്കാളിക്ക് അവരോടൊരു കാമം ഉണ്ടാകണമെന്നുള്ളത്. കാരണം എത്ര നല്ല ഫുഡ് കൊടുത്താലും കഴിക്കുന്ന ആൾക്ക് വിശപ്പില്ലെങ്കിലോ അല്ലെങ്കിൽ ദഹനക്രിയ ശരിയല്ലെങ്കിലോ എങ്ങനെ ആസ്വദിക്കും? അതുകൊണ്ട് വിശപ്പുണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം അവരവരുടെയാണ്. ഇവിടെ സ്ത്രീ പങ്കാളിക്ക് തൃപ്തി വന്നതിന് ശേഷം പുരുഷന് വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഏത് രീതിയാണെങ്കിലും നമുക്ക് സംതൃപ്തി ഉണ്ടാവുക, ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.